ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടൊക്കെ കൂടുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു 2 കൊല്ലം മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ചില സമയത്തൊക്കെ ആക്റ്റീവ് ആകാൻ പറ്റും, പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഭയങ്കര ഡെഡായി കിടക്കുകയായിരുന്നു. ഞാനങ്ങനെ ഇതിനെ ഒന്ന് പൊടി തട്ടി എഴുന്നേറ്റ് ഇപ്പോൾ ഡെയിലി ഇല്ലെങ്കിൽ 2 നാൾ ഇടവിട്ടിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നാലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. ഒന്നാമത് നമ്മൾ 2 പേരും വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയം ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. നമ്മൾ 2 പേരും തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റിലാക്സേഷൻ പ്ലസ് എൻവിറോൺമെൻറ്റൽ പാർക്ക് വേണമെങ്കിൽ പറയാം. പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നില്ലേ, അതാണ് ഡെഫിനറ്റ്ലി. ആ ഒരു സൺലൈറ്റിൽ ആ ഒരു ഭൂപ്രകൃതി കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. വേറെ ഒരു ഡിസ്റ്റർബൻസോ ഒരു സൗണ്ട്, ഇപ്പോൾ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഡിസ്റ്റർബൻസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അത്രക്കും പ്യുവറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണിപ്പം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലാക്സേഷൻ, നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫിന് പറ്റിയ ഒരു കാര്യമാണ് രാവിലെ ആ ഒരു ഏർലി മോർണിംഗ് നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അത് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നു എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒരു കപ്പിൾസിനെ എങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും ഒന്നിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മളിവിടെ വന്നതിന് ശേഷം ഒന്നിച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ കുറേ നേരം നടക്കും, നമ്മൾ കുറേ സംസാരിക്കും, നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും. രാവിലെ നമുക്ക് വേറെ ഒരു തിരക്കുമില്ല, ശനിയാഴ്ചയാണ് ഇന്ന്. സോ വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഓഫീസ് വർക്കില്ല, ഒന്നുമില്ല. സോ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ചേട്ടന് ഉച്ചയ്ക്ക് ശേഷം പോകണം. അപ്പോൾ അങ്ങനെ രാവിലെ കിട്ടുന്ന ഈ ഒരു ഫ്രീ ടൈം നമുക്ക് പ്രത്യേകിച്ച് ബാധ്യതകളും കാര്യങ്ങളും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഈ ഒരു മോർണിംഗ് എങ്ങനെ ഭംഗിയാക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ. നമ്മൾ അധികം സാറ്റർഡേ സൺഡേസ് ഇവിടെ വരാറുണ്ട്. നമ്മളിതുപോലെ കുറേ നടക്കും, കുറേ നടന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കും. ഒരറ്റത്ത് കുറച്ച് ഫ്രീ ആയിരിക്കും, മറ്റേ അറ്റത്ത് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു മിഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിൽ വന്നിട്ട് അധികം ഈ ഏരിയയിൽ തന്നെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഹിഡൻ സ്പേസ് വേണമെങ്കിൽ പറയാം. നമുക്ക് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ 2 പേരും നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ എക്സസൈസും കുറച്ച് എന്താ പറയുക സ്ട്രെച്ചസും അങ്ങനെയുള്ള വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു ഉദ്ദേശം വെച്ചാൽ ഇതുകൊണ്ട് എനിക്ക് മെലിഞ്ഞ് പിന്നെ ഒരു 10 കിലോ കുറക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിന് മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്ക് ഇവിടുന്ന് ഫിസിക്കൽ ഹെൽത്തിനേക്കാളും എനിക്ക് എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും എനിക്ക് നന്നാക്കാൻ പറ്റുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ബെറ്ററാക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നു. സോ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു സ്ട്രെസ്ഫുൾ ഇല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനായി, നമ്മുടെ ഒരു വർക്കിംഗ് ലൈഫ് അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും, നമ്മുടെ മൈൻഡെല്ലാം നമുക്കൊരു ഒന്നിനും സമയമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിന്നെല്ലാം മാറി സാറ്റർഡേ സൺഡേ നമുക്ക് കുറച്ച് ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ സമയം മാറ്റി വെക്കുക.
നമുക്ക് നമ്മുടെ പാർട്ട്ണറിന് വേണ്ടി സമയം മാറ്റി വെക്കുക, നമ്മൾ സംസാരിക്കുക. നമ്മൾ ഈ ലീവ് കിട്ടുമ്പോഴൊക്കെ ഒരുപാട് നേരം മൊബൈൽ നോക്കി ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നല്ലൊരു കാമായിട്ടുള്ള പ്ലേസിൽ വന്ന് നമ്മൾ നല്ലോണം സംസാരിക്കുക, ഉള്ളത് വന്ന് സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവില്ല നമുക്ക്. നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച്, അന്നത്തെ ദിവസത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നാളേക്കുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് വീക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു എക്സസൈസ് ചെയ്യുന്നത് മൂലം തന്നെ നമ്മുടെ ശരീരത്തിനും ഒരു എനർജി കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം മുഴുവൻ എനർജറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്കിന്ന് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്നാമത് ഇത് വീക്കെൻഡാണ്. സോ കുറേ കാര്യങ്ങൾ, എൻ്റെ ഒരു സെൽഫ് കെയർ റൂട്ടീൻസ്, എൻ്റെ വീട്ടിലുള്ള ക്ലീനിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ചെയ്ത്, ഒരു ബോഡിയൊക്കെ റിലാക്സ് ചെയ്ത് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എക്സസൈസൊക്കെ ഓൾമോസ്റ്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെച്ചാൽ അങ്ങനെ എനിക്കറിയില്ല പറയാൻ. നമ്മൾ എന്തൊക്കെയോ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓഫീസിൽ ഇതുപോലെ ഡെസ്ക്ടോപ്പ് യോഗകളൊക്കെ ചെയ്യാറുണ്ട് വീക്ക്ലി വൺസ്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ വന്ന് പറ്റുക, അതൊക്കെയാണ്. പിന്നെ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളല്ല, എനിക്കതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് സത്യമായിട്ടും. പക്ഷെ നമുക്ക് ഇല്ലാത്ത സമയം നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് ഉള്ളത്. പക്ഷേ എന്തോ നമുക്ക് പറ്റാറില്ല. എനിക്ക് ഏർലി മോർണിങ്ങിന് ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ ഓഫീസ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്രക്കും നേരത്തെയാണ് എൻ്റെ ഓഫീസ് ടൈം സ്റ്റാർട്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് രാവിലെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ വളരെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഇനിയുള്ള സമയത്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂളായിട്ടൊന്ന് ഇരുന്ന് നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എയർ സർക്കുലേഷൻ, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ എല്ലാ ഓർഗനിലേക്കും എത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്ത് ഇരുന്നതിന് ശേഷം നമ്മൾ ആ കൈകളൊന്ന് റബ്ബ് ചെയ്ത് ആ ഒരു ഹീറ്റ് വന്നിട്ട് നമ്മൾ കണ്ണിലിങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു എനർജി, ഒരു സുഖം, നല്ലൊരു സുഖം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ശേഷം വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഇപ്പം നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് പരിപാടി? നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും. സോ നമ്മൾ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്ത് കഴിക്കണം എന്നാണ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ അവിടുത്തെ ഇഡ്ഡലി നല്ല ടേസ്റ്റാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, പൊടി ഇഡ്ഡലി. അപ്പോൾ അവിടെ പോയി അത് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്, അതിവിടെ പോകണം, അതെങ്ങനെ പോകാം, അപ്പോൾ റെഡി ആവണം, ഇവിടെ പോകണം, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഏതോ നാട്ടിൽ പോയ പോലെ ഒരു ഫീലിംഗാണ്. തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡാണുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിൽ ഞാൻ കുറേ കാലം, ഞങ്ങളുടെ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ആ ഒരു ബിൽഡിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ കുറേ നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. പിന്നെന്താണ്, ഞാൻ വരുന്ന സമയത്ത് ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഡെവലപ്ഡായി. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല നല്ല മാറ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുഖച്ഛായ തന്നെ, ഈ ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്നതിന് ശേഷം മാറിയിട്ടുണ്ട്. സോ ശരിക്കും ക്ഷീണം പിടിച്ചു, നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റിലെ കടയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആലാടി പട്ടി എന്ന് പറയും.
അപ്പോൾ ഇവിടെ ഇതിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് കേട്ടോ. ഇവിടെ കരിപ്പെട്ടി ചായയാണ് ഭയങ്കര ഫേമസ്. വളരെ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു ചായ കൂടിയാണ്. കാപ്പി ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പം അവിടെ പോയി നമ്മൾ ചായയും പിന്നെ നമ്മൾ ഗീ പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കൗണ്ടറിൽ പോയി ഓർഡർ ചെയ്ത് പേ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ ഓർഡർ അവിടെ ഡിസ്പ്ലേ കാണിക്കും, ടോക്കൺ നമ്പർ. അന്നേരം പോയി നമ്മൾ സാധനം വാങ്ങിക്കുക. നമ്മളെന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. സെൽഫ് സർവീസാണ് കേട്ടോ ഇവിടെ. അപ്പോഴേക്കും കുട്ടു ചായ വാങ്ങിയിട്ട് വന്നു. ഇത് രണ്ടും 2 കൗണ്ടറാണ്. ടീക്ക് വേറെ കൗണ്ടർ, അതുപോലെ തന്നെ ഫുഡിന് വേറൊരു കൗണ്ടർ. സോ ടീ ഫസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഫസ്റ്റ് ടീ ഒന്ന് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗീ പൊടി ഇഡ്ഡലി. അപ്പോൾ ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് ശരിക്കും റൈസ് മാത്രമല്ല കേട്ടോ, വേറെയും പിന്നെ ഇതിൽ റാഗി അങ്ങനെ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. അതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും അതുമാത്രമല്ല ഒരു വടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേറെയും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുഴുവൻ വീഡിയോ കാണുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.